അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:20 പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനം അപ്രതീക്ഷിതമായിട്ട് വൈകുകയും യാത്രക്കാർ വലിയ ദുരിതം നേരിടേണ്ടി വരികയും ചെയ്തു. ഒരറിയിപ്പുമില്ലാതെയാണ് വിമാനം വൈകിയത് എന്നാണ് യാത്രക്കാരുടെ പരാതിയായിട്ട് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് പുറപ്പെടേണ്ട യാത്രക്കാരാണ് അധികവും ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ മുതിർന്നവരും കുട്ടികളും വയോധികരും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം യാത്രക്കാർ നേരിടേണ്ടി വന്നത്. സാങ്കേതിക തകരാർ മൂലം വൈകി എന്നാണ് ലഭിക്കുന്ന വിവരം. പലരും വെബ്സൈറ്റിലെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഈ വിമാനം വൈകിയ വിവരം തന്നെ അറിയുന്നത്. ഇൻഡിഗോയുടെ ഒരു വലിയ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇൻഡിഗോ വിമാനം ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലാകുന്നത്, യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കുന്നത്. അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്നത് അപകടം ഉണ്ടാക്കും. അതുമാത്രമല്ല, അതുമൂലം ഫൈനും കിട്ടും. ജബൽ അലിയിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച 24 വയസ്സുകാരനായിട്ടുള്ള ഒരു ഏഷ്യൻ ഡ്രൈവർക്ക് 5000 ദിർഹം ഫൈൻ കോടതി വിധിച്ചിരിക്കുകയാണ്. ഈ പ്രതി ഓടിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ഒരു കാറിൽ പോയി ഇടിക്കുകയായിരുന്നു. ശേഷം 3 വാഹനങ്ങൾ കൂടി ഇത് ഇടിക്കുകയും ചെയ്തു. 5 പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് സാങ്കേതിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതുമൂലമാണ് ഈ 5000 ദിർഹം ഫൈൻ വിധിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ സമ്മിറ്റ് ദുബായിൽ നടക്കുന്ന സമയത്ത് ദുബായ് ഭരണാധികാരി ആ ഇൻഫ്ലുവൻസർ സമ്മിറ്റിൽ പങ്കെടുത്ത് കണ്ടന്റ് ക്രിയേറ്റർമാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അത് ഭാവിയെ തീരുമാനിക്കാനും സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 11 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലുമായിട്ട് നടക്കുന്ന ഈ ഒരു 1 ബില്യൺ ഇൻഫ്ലുവൻസർ സമ്മിറ്റിൽ 15000-ലധികം കണ്ടന്റ് ക്രിയേറ്റർമാരും 500ഓളം സ്പീക്കേഴ്സും ഒക്കെ പങ്കെടുക്കുന്നു എന്നാണ് കണക്കുകൾ. സ്വർണ്ണവില കുതിച്ചുയരുന്നത് തുടരുമ്പോൾ ദിനം പ്രതിയാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ 22 ക്യാരറ്റിന് ഗ്രാമിന് 500 ദിർഹമായിരുന്നെങ്കിൽ ഇന്ന് 22 ക്യാരറ്റിന് ഗ്രാമിന് 503 ദിർഹമാണ് വരുന്നത്. 24 ക്യാരറ്റിന്റെ നിരക്ക് വില നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് 543 ദിർഹം 25 ഫിൽസ് ആണ് പ്രൈസ്. നിലവിൽ സ്വർണത്തോടൊപ്പം വെള്ളിയുടെ വിലയിലും വർധന ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ തൊഴിൽ വിപണിയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും വെനിസ്വേലയുമായിട്ടുള്ള ഈ പ്രശ്നവുമൊക്കെ സ്വർണത്തിന്റെ വില കൂടാൻ കാരണമായി എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, അരീൻ ബേക്കേഴ്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ഫിറ ഫുഡ്സ്, ധൻവന്തരി ആയുർവേദ, അലുസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ആയുർമന ആയുർവേദ, ഡോക്ടർ റസീന ആയുർവേദിക് ക്ലിനിക്, ഹെയിൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ് അബുദാബി.